ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് കച്ച് വർക്ക്. കച്ച് വർക്ക് എന്നത് ഗുജറാത്തിൻ്റെ ഒരു ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്. നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? ആദ്യം ഇതുപോലെ ഒരു ബോക്സ് വരച്ച് 4 കോർണറുകളിലും ലൈൻസുകൾ ഇട്ട് കൊടുത്ത ശേഷം ആ ലൈൻസുകളിലെല്ലാം ഓരോ നമ്പറുകൾ വീതം ഇട്ട് കൊടുക്കുക. നമ്പറുകൾ ഇട്ടുകൊടുത്ത് 1 എന്ന പോയിന്റിൽ നിന്നും സൂചിയെ കുത്തിയെടുത്ത ശേഷം 2 എന്ന പോയിന്റിൽ നിന്നും ഉള്ളിലോട്ട് ഒരു ചെറിയ റണ്ണിങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നൂലിനെ സൂചിയുടെ അടിയിലൂടെ ഇട്ട് കൊടുത്ത ശേഷം ഈ മെത്തേഡ് തന്നെയാണ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് 3 എന്ന പോയിന്റിലോട്ടാണ് പോകേണ്ടത്. അവിടെ നിന്നും ചെറിയൊരു റണ്ണിങ് ഇട്ട് കൊടുക്കുക. ഇത് വളരെ പ്രയാസമായി തോന്നുന്നുവെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കച്ച് വർക്ക് എന്നത്. നാല് ലെഗുകളും കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ സൂചിയെ കുത്തി കൊടുക്കുക. അതിൻ്റെ താഴെയായി സൂചിയെ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വേറൊരു കളർ നൂലെടുത്ത ശേഷം നമ്മുടെ ഫസ്റ്റ് ലെഗിൻ്റെ ഉള്ളിലൂടെ സൂചിയെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ പുറത്താണുള്ളത്. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഫ്രെയിമിൻ്റെ ലെഗിൻ്റെ ഉള്ളിലൂടെ സൂചിനെ ഇട്ട് കൊടുത്ത ശേഷം 2 എന്ന ലെഗിൻ്റെ ഉള്ളിലൂടെയും സൂചിനെ ഇട്ട് കൊടുക്കുക. ഈ സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് സെയിം കളർ നൂല് തന്നെ യൂസ് ചെയ്യാം. ഇനി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറൊരു കളറ് നൂലെടുത്തത്. ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അത് ലൂസായി പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ഒരു ഭംഗിയായി തോന്നില്ല. ഇതുപോലെ ഉള്ളിൽ 2 ഫില്ലിങ് വരികയാണെങ്കിൽ ആദ്യം നമുക്ക് ഫ്രെയിമിൻ്റെ അടിയിലൂടെ സൂചി എടുത്ത ശേഷം 1ാമത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിലൂടെയും 2ാമത്തെ ഫില്ലിങ്ങിൻ്റെ അടിയിലൂടെയും നൂലിനെ എടുത്തു കൊടുക്കുക. ഇനി നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ കച്ച് വർക്കിൻ്റെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു മെത്തേഡുമായി അടുത്ത വീഡിയോയിൽ കാണാം.